ആചരാമജീവനി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വീണ്ടും ഒരു പുതിയ ദിവസത്തിൻ്റെ പോസിറ്റീവ് റീഡിങ്ങിലേക്ക് നമുക്ക് പോകാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് 2026 മാർച്ച് 7-ാം തീയതി ശനിയാഴ്ച ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന വലിയ ഭാഗ്യസാധ്യതകളെക്കുറിച്ചാണ്. പ്രത്യേകിച്ച് ധനയോഗവും അപ്രതീക്ഷിതമായി നിങ്ങൾ പ്രതീക്ഷിക്കാത്ത നേരത്ത് കിട്ടുന്ന ഒരു ഭാഗ്യവും, അത് ലോട്ടറി ഭാഗ്യമാകാം, കടബാധ്യതയിൽ നിന്ന് മോചനം, ഇവയെല്ലാം ചില നക്ഷത്രക്കാരെ തേടിയെത്തുന്ന ഒരു സമയം കൂടിയാണിത്. ഇതൊരു പോസിറ്റീവ് എനർജി റീഡിംഗ് ആണ്. അതിനാൽ വിശ്വാസത്തോടു കൂടി നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെ വിശ്വസിക്കാം. വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ പുതിയ ആളുകളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായി ശനിയാഴ്ചയുടെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് നോക്കാം. ശനിയാഴ്ച എന്ന ദിവസം ശനിദേവൻ്റെ അനുഗ്രഹം ലഭിക്കുന്ന ഒരു ദിവസം എന്നാണ് വിശ്വാസം. ശനിദേവൻ അനുഗ്രഹിച്ചാൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ തന്നെ സംഭവിക്കും. അത്രയും കാലം കാത്തിരുന്ന ഭാഗ്യങ്ങൾ അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന സമയം കൂടിയാണ് ഇത്. ഈ ദിവസത്തിൽ നിങ്ങൾക്ക് ഏതൊക്കെ ഫലങ്ങളാണ് ലഭിക്കുന്നത് എന്ന് നോക്കാം. ധനലാഭം ഉണ്ടാകാൻ വളരെയധികം സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും മാർച്ച് 7 എന്ന് പറയുന്ന ദിനം. നിങ്ങൾ അപ്രതീക്ഷിതമായി പ്രതീക്ഷിക്കാത്ത സമയത്ത്, നനച്ചിരിക്കാത്ത നേരത്ത് കിട്ടുന്ന ധനമായിരിക്കും ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഇപ്പോൾ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളായിരിക്കാം നിങ്ങൾ. എന്നാൽ നിങ്ങൾക്ക് നല്ലൊരു ജീവിതത്തിൻ്റെ ഒരു തുടക്കം എന്നതുപോലെ തന്നെ നല്ല രീതിയിലുള്ളൊരു മാറ്റം വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ ഫലമാണ് ലോട്ടറി ഭാഗ്യം. സ്ഥിരമായി ലോട്ടറി എടുക്കുന്നവരാണെങ്കിലും അതും അല്ലെങ്കിലും നിങ്ങൾക്ക് മാർച്ച് 7 എന്ന് പറയുന്ന ദിനത്തിൽ ഇനി പറയാൻ പോകുന്ന നക്ഷത്രക്കാർക്ക് ഒരു ലോട്ടറി ഭാഗ്യം തെളിഞ്ഞതായി കാണുന്നുണ്ട്. അതുകൊണ്ട് വിശ്വാസത്തോടു കൂടി നിങ്ങൾ ആ പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് ഫലം ലഭിക്കുക തന്നെ ചെയ്യും. മൂന്നാമത്തെ ഫലമാണ് പുതിയ അവസരങ്ങൾ. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ പല രീതിയിൽ പല ഘട്ടങ്ങളിലുള്ള പുതിയ അവസരങ്ങൾക്ക് ഉള്ള യോഗവും കാണുന്നുണ്ട്. നിങ്ങളുടെ സാമ്പത്തിക പുരോഗതി, ഇതുവരെ നിലനിന്നിരുന്ന കഷ്ടതകളും ദുരിതങ്ങളുമെല്ലാം ഒന്ന് അവസാനിച്ച് പുതിയതായി നിങ്ങൾക്കൊരു ഉന്മേഷത്തോടു കൂടി ഒരു ജീവിതം പടുത്തുയർക്കാനായിട്ട് കഴിയുകയും അതുപോലെ നിങ്ങളുടെ സാമ്പത്തിക രീതിയിലുള്ള ഒരു ഉന്നതിയും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇതെല്ലാം ചില നക്ഷത്രക്കാരെ തേടി വരാനുള്ള സാധ്യത കൂടുതലായ ഒരു ദിനമായിരിക്കും മാർച്ച് 7 എന്ന് പറയുന്ന ദിനം. ഇനി ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഈ ഭാഗ്യം വന്നു ചേരുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം. അശ്വതി നക്ഷത്രക്കാർക്ക് മാർച്ച് 7 ഒരു നല്ല ദിനമായി മാറാൻ സാധ്യതയുണ്ട്. നാളുകളായി കാത്തിരുന്ന ഒരു ഭാഗ്യം ഈ ദിവസത്തിൽ നിങ്ങളുടെ അടുത്തെത്താം. നിങ്ങൾ ഒരുപാട് നാളുകളായി എനിക്കത് വേണമെന്ന് ആഗ്രഹിച്ചിരുന്ന, ഒരുപാട് അത്യധികം മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരുന്ന ആ ഒരു കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടാനുള്ള ഒരു യോഗം കാണുന്നുണ്ട്. സാമ്പത്തികമായി ചെറിയൊരു നേട്ടം പോലും വലിയ സന്തോഷം നൽകുന്ന ഒരു സമയമായിരിക്കും നിങ്ങൾക്കുള്ളത്. ചെറിയ ഒരു തുകയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നതെങ്കിൽ കൂടി നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കാൻ ഒതുങ്ങുന്ന തരത്തിലുള്ള ആ ഒരു തുകയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. അതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ താൽക്കാലിക ഒരു സമാധാനവും ലഭിക്കുന്നതായിരിക്കും. ലോട്ടറി പരീക്ഷിക്കുന്നവർക്ക് ചെറിയ ഭാഗ്യവും അപ്രതീക്ഷിതമായ ധനലാഭവും കുടുംബത്തിൽ ഒരു നല്ല സന്തോഷ വാർത്ത ലഭിക്കുവാനും സാധ്യതയുണ്ട്. കാരണം ഇത്രയും നാളുകളായി കുടുംബ ബന്ധത്തിൽ ചില അസ്വാരസ്യങ്ങൾ നിലനിന്നിരുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ആ ജീവിതത്തിലെ അസ്വാരസ്യങ്ങളെല്ലാം നീങ്ങി പുതിയ ഒരു സന്തോഷത്തോടു കൂടിയുള്ള ജീവിതം നയിക്കാനുള്ള സാധ്യതയും കാണുന്നു. ഇവയെല്ലാമാണ് അശ്വതി നക്ഷത്രക്കാരുടെ ഫലമായി പറയുന്നത്. ഇനി രണ്ടാമത്തെ നക്ഷത്രമാണ് രോഹിണി നക്ഷത്രം. രോഹിണി നക്ഷത്രക്കാർക്ക് ഈ ദിവസം വളരെ പോസിറ്റീവായ ഒരു ദിവസം തന്നെയായിരിക്കും മാർച്ച് 7 എന്ന് പറയുന്ന ദിനം. നിങ്ങൾ വളരെയധികം പരിശ്രമിച്ചിട്ടും ഫലം വൈകിയിരുന്ന കാര്യങ്ങളിൽ ഇപ്പോൾ ഭാഗ്യം പ്രവർത്തിക്കാൻ തുടങ്ങുന്ന സമയമായിരിക്കും. ഒരുപാട് രീതിയിൽ കഠിനാധ്വാനം ചെയ്തിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ
എന്നാൽ അതിന് നിങ്ങൾക്ക് തക്കതായ ഒരു ഫലം ലഭിച്ചിട്ടില്ല ഇതുവരെ എങ്കിൽ അതിൽ നിന്നെല്ലാം മാറി വ്യത്യസ്തമായി നിങ്ങൾക്ക് അത്രയധികം കഠിനാധ്വാനം ചെയ്ത ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഫലം ലഭിക്കാൻ പോകുന്ന ഒരു ദിവസമായിരിക്കും മാർച്ച് 7 ശനിയാഴ്ച എന്ന ദിനം. ചിലർക്ക് ലോട്ടറി ഭാഗ്യവും പുതിയ ഒരു വരുമാന മാർഗവും, അത് ഏതെങ്കിലും തരത്തിൽ നിങ്ങളൊരു ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് ജോലിക്കായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ ആ ജോലി വഴി നിങ്ങൾക്കൊരു വരുമാന മാർഗവും, അല്ലെങ്കിൽ സൈഡായിട്ട് നിങ്ങൾ എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നുള്ള വരുമാനവും, അങ്ങനെ പലതരത്തിലുള്ള വരുമാനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. കടബാധ്യതകൾ ഇതുവരെ നിലനിന്നിരുന്ന നിങ്ങളുടെ കഷ്ടതകളും കടബാധ്യതകളും മാറി അതിന് പകരമായി നിങ്ങൾക്ക് സ്വസ്ഥമായ ഒരു കുടുംബ അന്തരീക്ഷം ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. ഇത്രയുമാണ് രോഹിണി നക്ഷത്രക്കാരെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ. ഇനി മൂന്നാമത്തെ നക്ഷത്രമാണ് മകം നക്ഷത്രം. മകം നക്ഷത്രക്കാർക്ക് ഈ ദിവസം അപ്രതീക്ഷിത ഭാഗ്യദിനം തന്നെയായിരിക്കും. ഒരുപാട് കാലങ്ങളായി ബുദ്ധിമുട്ടിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളായിരിക്കാം മകം നക്ഷത്രത്തിൽ പെടുന്ന വ്യക്തികൾ. നിങ്ങൾക്ക് സമാധാനിക്കാനായി ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം തന്നെയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിന്ന് പോലും നിങ്ങൾക്ക് ധനലാഭം ഉണ്ടാകാം. അവർ നിങ്ങളെ സഹായിക്കുമെന്ന് നിങ്ങൾ ഒരിക്കലും കരുതിയിട്ടുണ്ടാകില്ല. പക്ഷേ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ആളുടെ അടുത്ത് നിന്നായിരിക്കാം നിങ്ങൾക്ക് നല്ലൊരു സഹായം ലഭിക്കുകയും അതുവഴി നിങ്ങളുടെ താൽക്കാലിക പ്രശ്നങ്ങളെല്ലാം ഒഴിഞ്ഞു പോവുകയും ചെയ്യുന്നത്. ചിലർക്ക് ലോട്ടറിയും ചിലർക്ക് സമ്മാനമായും, അല്ലെങ്കിൽ പണം നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഒരാൾക്ക് പണം നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇതുവരെ കിട്ടിയിട്ടില്ലെങ്കിൽ ഇനി ഒരിക്കലും കിട്ടില്ല എന്നാണ് നിങ്ങൾ മനസ്സിൽ കുറിച്ചിട്ട ആ ഒരു പണം നിങ്ങൾക്ക് തിരികെ ലഭിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഇത്രയുമാണ് മകം നക്ഷത്രക്കാരെ കുറിച്ച് പറയാനുള്ളത്. ഇനി നാലാമത്തെ നക്ഷത്രമാണ് പുണർദം നക്ഷത്രം. പുണർദം നക്ഷത്രക്കാർക്ക് ശനിയാഴ്ച, അതായത് മാർച്ച് 7 ശനിയാഴ്ച വളരെയധികം നല്ല ദിവസമായിട്ടാണ് കാണുന്നത്. ദൈവാനുഗ്രഹം കൂടുതലായി ലഭിക്കുന്ന സമയമായിരിക്കും ഇത്. പൊതുവെ പുണർദം നക്ഷത്രക്കാർക്ക് ദൈവാനുഗ്രഹം കൂടുതലായിരിക്കുമെന്ന് തന്നെയാണ് പറയാനായി കഴിയുന്നത്. അതിൻ്റെ ഒരു പടി മുന്നിലായിരിക്കാം ഇന്നത്തെ ദിവസം നിങ്ങൾക്കുള്ള ദൈവാനുഗ്രഹം എന്നും വേണമെങ്കിൽ പറയാം. നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം ഈ ദിവസം നടക്കാൻ സാധ്യതയുണ്ട്. കാരണം നിങ്ങൾ ഒരുപാട് നാളുകളായി മനസ്സിൽ കൊണ്ടുവരുന്ന ആ ഒരു ആഗ്രഹം പല കാരണങ്ങൾ കൊണ്ട് അത് ഒഴിഞ്ഞു പോവുകയാണെങ്കിൽ, അത് ചിലപ്പോൾ വീട് വയ്ക്കുന്നതാകാം, സ്ഥലം വാങ്ങിക്കുന്നതാകാം, ഒരു പ്രണയ സാഫല്യമാകാം, അതുമല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിലെ എന്തെങ്കിലും കാര്യങ്ങളാകാം, മക്കളുടെ കാര്യങ്ങളാകാം, അങ്ങനെ എന്തുമായിക്കൊള്ളട്ടെ ആ ഒരു കാര്യം നിങ്ങൾ ഒരുപാട് നാളായി ആഗ്രഹിച്ചിരുന്ന ആ ഒരു കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടാനുള്ള സാധ്യതയും കൂടുതലായി കാണുന്നുണ്ട്. അതുപോലെ ധനപരമായി ചെറിയ ഭാഗ്യം ലഭിക്കാനും സാധ്യത. ലോട്ടറി പോലുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായി ലഭിക്കുകയും അതുവഴി ധനനേട്ടം ഉണ്ടാവുകയും ചെയ്യാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഇനി അഞ്ചാമത്തെ നക്ഷത്രമാണ് ചതയം നക്ഷത്രം. ചതയം നക്ഷത്രക്കാർക്ക് മാർച്ച് 7 എന്ന് പറയുന്നത് നല്ല അവസരങ്ങൾ നൽകുന്ന ഒരു ദിവസമായിരിക്കും. പ്രത്യേകിച്ച് ലോട്ടറി ഭാഗ്യവും അപ്രതീക്ഷിത പണവും സാമ്പത്തിക പുരോഗതിയും ഇവയിൽ ഏതെങ്കിലുമൊക്കെ സംഭവിക്കാനുള്ള ഒരു സാധ്യത നിങ്ങൾ ചതയ നക്ഷത്രക്കാരുടെ വ്യക്തികൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇതുവരെ നിലനിന്നിരുന്ന ബുദ്ധിമുട്ടുകളെയെല്ലാം മറികടന്ന് ഈശ്വരാനുഗ്രഹത്തോടു കൂടി പ്രവർത്തിക്കുവാൻ ശ്രദ്ധിക്കുക. ഇനി ആറാമത്തെ നക്ഷത്രമാണ് അവിട്ടം നക്ഷത്രം. അവിട്ടം നക്ഷത്രക്കാർക്ക് ഈ ദിവസം നല്ല മാറ്റങ്ങൾ കാണാം. നിങ്ങൾ വളരെ കാലമായി കാത്തിരുന്ന ഒരു കാര്യത്തിൽ നല്ല വാർത്ത നിങ്ങൾക്ക് ലഭിക്കാനുള്ള സൂചനയും കാണുന്നുണ്ട്. സാമ്പത്തികമായും ചെറിയൊരു നേട്ടം നിങ്ങൾക്ക് ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. ഇനി ഏഴാമത്തെ നക്ഷത്രമാണ് തിരുവോണം നക്ഷത്രം. തിരുവോണം നക്ഷത്രക്കാർക്ക് ശനിയാഴ്ച നല്ല ഭാഗ്യം കാണുന്ന സമയം തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തിക പുരോഗതിയും അപ്രതീക്ഷിതമായ ഒരു സന്തോഷവും ധനലാഭവും ഇവയിലൊക്കെ ഏതെങ്കിലും ഒന്നൊക്കെ നിങ്ങൾക്ക് എന്തായാലും സംഭവിക്കാൻ പോകുന്ന ഫലങ്ങളായി കാണുന്നുണ്ട്. ഈ 7 നക്ഷത്രക്കാർക്കാണ് ഭാഗ്യവാതിൽ തുറന്നിട്ടിരിക്കുന്നതായി കാണാൻ സാധിക്കുന്നത്. മറ്റു നക്ഷത്രക്കാർക്ക് ഇല്ല എന്നല്ല പറയുന്നത്. എങ്കിലും ഈ ഒരു 7 നക്ഷത്രക്കാർ കുറച്ചുകൂടി ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഈശ്വരാധീനവും കൂടി ഉണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നടന്നു കിട്ടുന്നതായിരിക്കും. മാർച്ച് 7 ശനിയാഴ്ച ഈ നക്ഷത്രക്കാർ ചെയ്യാൻ നല്ല കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. രാവിലെ എഴുന്നേറ്റ് ഉടൻ ഒരു ദീപം തെളിയിക്കുന്നത് ഉത്തമമായിരിക്കും. ശനിദേവനെ പ്രാർത്ഥിക്കുകയും കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുകയും ചെയ്യുന്നത് നന്നായിരിക്കും. ദരിദ്രർക്ക് ചെറിയ ദാനം നൽകുകയും ചെയ്യുക. ഇത് ഭാഗ്യസാധ്യതകൾ കൂടുതൽ ശക്തമാക്കുമെന്നാണ് വിശ്വാസം.
ലോട്ടറി ഭാഗ്യം എന്നത് ഭാഗ്യവും സമയവും ചേർന്നതാണ്. അതുകൊണ്ട് വിശ്വാസത്തോടെ ശ്രമിക്കുന്നവർക്ക് ഭാഗ്യം അടുത്തെത്തും. പോസിറ്റീവ് ചിന്തകൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ തന്നെ ഉണ്ടാകും. പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടാതെ യുക്തിപൂർവ്വം അത് പരിഹരിച്ച് നല്ല കഠിനാധ്വാനത്തോടു കൂടി ജീവിക്കുകയാണെങ്കിൽ ഉറപ്പായും നിങ്ങളുടെ കൂടെ വിജയം ഉണ്ടാവുക തന്നെ ചെയ്യും. ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന നക്ഷത്രങ്ങൾ അശ്വതി, രോഹിണി, മകം, പുണർദം, ചതയം, അവിട്ടം, തിരുവോണം. ഇവയിൽ നിങ്ങളുടെ നക്ഷത്രമുണ്ടെങ്കിൽ കമൻറ്റിൽ അത് രേഖപ്പെടുത്താൻ മറക്കരുത്. നാളെ വീണ്ടും പുതിയൊരു പോസിറ്റീവ് റീഡിങ്ങും വീഡിയോവുമായി വീണ്ടും കാണാം. നന്ദി.